ഏത് സമയത്തും കണ്ണു നിറയുന്നൊരു സംഭവം ഈ അമ്മയുടെയാണ്. അതൊരു പ്രത്യേക വികാരമുള്ളത്. അമ്മ ഉള്ള സമയത്ത് നമ്മളാരും സ്നേഹിക്കാറില്ല ശരിക്കും. ഞാൻ മോഹൻലാൽ എന്നുള്ള വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഞാൻ എൻ്റെ ജീവൻ പോലും കളയാൻ പറ്റുന്ന അതെന്താണെന്ന് വെച്ചാൽ അതൊരു പ്രത്യേക പാഷനാണ്. മലയ ചേച്ചി എന്നെക്കുറിച്ച് പറഞ്ഞത് അതിനെങ്ങനെ നുണ പറയുന്നതല്ലേ വൻ ഇപ്പം ഇങ്ങനെ പാർട്ടി ചാടി ഇരിക്കുന്നത്. ഞാൻ ഒരിക്കലും പാർട്ടി മാറുക അല്ലെങ്കിൽ അതൊന്നും ചെയ്തിട്ടില്ല. ഞാനൊരു സംഘപ്രവർത്തനമാണ്. ഞാൻ കുട്ടിക്കാലം തൊട്ട് ശാഖയിലൊക്കെ പോയിരുന്ന ഒരു വ്യക്തിയാണ്. ഇത് എവിടെയും തുറന്നു പറയാനുള്ള ചങ്കൂറ്റവും കയ്യിൽ വേണമെങ്കിൽ എനിക്കൊരു രാഖി കെട്ടാനുള്ള ചങ്കൂറ്റവും എനിക്കുണ്ട്. അവിടെ പോയത് ഒരു മുസ്ലിം വീടാണ്, വർഗീയവാദിയാണ് കേട്ടോ. അപ്പം മുസ്ലിം വീടാണ്. എനിക്കറിയില്ല ഇസ്രായേലും ഇറാനും അല്ലെങ്കിൽ ഇറാനും ഇറാഖും തമ്മിലുള്ള യുദ്ധത്തിനകത്ത് നമ്മളിവിടെ കിടന്ന് ഒച്ചയും ഉണ്ടാക്കുന്നു. പക്ഷേ അതേ സമയത്ത് കാശ്മീരിൽ ഒരു ഓപ്പറേഷൻ സിന്ദൂർ നടന്ന സമയത്ത് എന്തേ ഇവിടെ ഒരു ഒച്ചയും കണ്ടില്ലായിരുന്നു? Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. എന്താ ചൂട്? അല്ല എന്ത് ചൂട്? ഈ സമ്മർ കൂളാക്കൂ ഓക്സിജനോടൊപ്പം. ഏറ്റവും മികച്ച എസികളുടെ ഏറ്റവും നല്ല ഓഫേഴ്സിന് വിസിറ്റ് ചെയ്യൂ ഓക്സിജൻ, ദ കൂളിംഗ് എക്സ്പെർട്ട്. വർഷങ്ങൾക്ക് മുമ്പ് നാട് വിട്ടു വന്ന് റെയിൽവേ സ്റ്റേഷനിൽ പെട്ടുപോയി വിശപ്പടക്കാൻ റോബസ്റ്റ പഴങ്ങൾ കഴിച്ച ബാലനിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയുടെ ചരിത്ര പട്ടാള മിഷനുകളുടെയൊക്കെ ഭാഗമാവുന്ന ഒരു കമാൻഡോ ആവുക, അതിനുശേഷം ഒരുപാട് സിനിമകൾ വിജയത്തിലെത്തിക്കുകയും പണം വാരുന്ന സിനിമകളാവുകയും ചെയ്യുന്ന സിനിമകളുടെയൊക്കെ സംവിധായകനാവുക. രസമാണ് മേജർ രവി എന്ന ജീവിതരേഖ വായിച്ചെടുക്കാൻ. അദ്ദേഹമാണ് ചേരുന്നത്. പുതിയ ചില റോളുകൾ ഉണ്ടെന്നാണ് അണിയറയിൽ സംസാരം. നമസ്കാരം. റോബസ്റ്റ പടം വിടൂല്ല. സത്യം പറയാം, ഇന്നും എൻ്റെ ഒരു വീക്ക്നെസ് ഈ റോബസ്റ്റ പടമാണ്. ഒരുപക്ഷെ അന്നത്തെ നോസ്റ്റാൾജി ആയിരിക്കും. ഇപ്പോഴും എനിക്ക് ഏറ്റവും അധികം ഇഷ്ടമുള്ളത് റോബസ്റ്റയും അതുപോലെ തന്നെ പാലക്കാട് നാടൻ നേന്ത്രപ്പഴം. ഇത് രണ്ടുമാണ്. എനിവേ നൗ യു സ്റ്റാർട്ട്. പട്ടാമ്പി ഭാഗത്ത് തന്നെയും ഒരുപാട് ഫിലാന്ത്രോപ്പിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം ഒരു അദ്ദേഹത്തിന് വീടൊക്കെ വെച്ചു അതിന്റെ താക്കോൽദാനം കഴിഞ്ഞോ? അപ്പൊ ഇതൊന്നും പക്ഷെ പബ്ലിക്കിലേക്ക് അങ്ങനെ മാർക്കറ്റ് ചെയ്യുന്നില്ല. അതിന്റെ ഒരു അവസരമല്ല ഇപ്പൊ. ഇവിടെയാണ് ഞാൻ പറയുന്നത്, ഞാനൊരു രാഷ്ട്രീയക്കാരനായിട്ടില്ല. ഇപ്പം അതല്ല ഇപ്പം നീ പറഞ്ഞ ആ ഒരു സംഭവം, അത് ഞാൻ എൻ്റെ അവിടെയും കൂടി അല്ല. സുരേഷ് ഗോപിയുടെ ഇലക്ഷൻ സമയത്ത് അത് എതിർച്ച് ഞാൻ ഒരിക്കലും പ്ലാൻ ചെയ്തിട്ടൊന്നും ചെയ്യാറില്ല. പിന്നെ നമ്മൾ ഇവിടെ തൃശ്ശൂർ തന്നെ തൃപ്രയാർ സൈഡിൽ 2 വീട് വെച്ച് കൊടുത്തു. ഞാൻ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കിടക്കുന്ന സമയത്ത് ടി വിയിൽ ആദ്യത്തെ ടി വി ഓൺ ചെയ്തപ്പോൾ ബോധം വന്നപ്പോൾ കണ്ടതാണ്. ടി വി അല്ല, മൊബൈലിലാണ്. മൊബൈൽ 7 ദിവസം കഴിഞ്ഞപ്പോൾ കൈ കിട്ടിയപ്പം ഒരു അമ്മൂമ്മയും കുറേ കുട്ടികളും കൂടെ ഒരു കുടി പൊക്കുന്നു. അതിൻ്റെ പിറകിലൊരു ചെറ്റക്കുടൽ ടാർപ്പാളിൻ ഷീറ്റ് അടിച്ചിട്ടുള്ളൂ. അപ്പോൾ അവരെ കണ്ടുപിടിച്ച് ഞാൻ പറഞ്ഞു അവരുടെ വീട് ഞാൻ ശരിയാക്കി തരാമെന്ന്. ഞാൻ വിചാരിച്ചു 2-3 ലക്ഷം രൂപ എന്ന്. അത് നോക്കുമ്പോൾ അവരുടെ തൊട്ടപ്പുറത്ത് അനിയൻ്റെ വീടും അതുപോലെ തന്നെയാണ്. അപ്പം ഒറ്റയ്ക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ കുട്ടികൾ 2 വീട്ടിലത്തെയാണ്. അങ്ങനെ ഞാൻ ഇത് അനൗൺസ് ചെയ്ത് സാജൻ അറിഞ്ഞു. സാജൻ എൻ്റെ സുഹൃത്താണ്. സാജൻ അതെ നിങ്ങളിപ്പോൾ ഹോസ്പിറ്റലിൽ നല്ലൊരു ബില്ലും കൊടുത്തിട്ടിരിക്കല്ലേ, ഇപ്പോൾ വീടുന്നപ്പോൾ ഞാൻ പറഞ്ഞ് സാജ വിചാരിച്ചൊരു 2 മാസത്തിൻ്റെ പെൻഷൻ 3 മാസത്തിൻ്റെ പെൻഷൻ തട്ടാം. ഇല്ലല്ല ഞാനതിൽ കൊടുക്കേണ്ടതെന്ന്. അങ്ങനെ കൊടുത്ത് വിത്തിൻ 2 days വി ഗോട്ട് 16 lakh rupees, 17+ സംതിങ്. 2 ദിവസത്തിനകത്ത് നമ്മൾ വീട് വെച്ച് കൊടുത്തു. അപ്പോൾ ആ ഇനിഷ്യേറ്റീവിൽ അതങ്ങ് പോയി. ഇവിടെ ഞാൻ ഇനിഷ്യേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ പലരും അതിൻ്റെ പിറകിൽ സപ്പോർട്ട് ചെയ്യണ്ടാവും. അപ്പോൾ സുരേഷ് ഗോപി ഇപ്പോൾ ഈ നടന്നത് എന്താണെന്ന് വെച്ചാൽ, സുരേഷ് ഗോപിയുടെ സമയത്ത് രാത്രി ക്യാമ്പയിന് പോയിട്ട് തിരിച്ചു വന്നപ്പം എൻ്റെ അടുത്ത് അവിടുത്തെ മണ്ഡലം തൃപ്രയാർ മണ്ഡലം സാറ് ഒന്ന് ഞങ്ങളുടെ ഇവിടെ നിന്ന് വരണം. കാരണം സുരേഷ് ഏട്ടൻ വന്നിട്ട് അവരെ കാണാതെ പോയി. അവിടെ വന്നു ക്രൗഡിനെ കണ്ട് ഹായ് പറഞ്ഞിട്ട് പോയി സുരേഷ് ഏട്ടൻ. പക്ഷെ ആക്ച്വലി ആ മരിച്ചിട്ടുള്ള പയ്യൻ്റെ വീട്ടിലേക്ക് ഇവർ പോയില്ല എന്ന്. അതിൻ്റെ സുരേഷൻ ഏട്ടൻ വിചാരിച്ചു അവരാണെന്ന് പറഞ്ഞ് ആ റോട്ടിൽ നിന്ന് കൈമ്പ് കൊടുത്തിട്ട് പോയി. പക്ഷെ അത് ഉള്ളിലേക്ക് ഒരു 100 മീറ്റർ നടക്കാണ്ട് 1 ലക്ഷം വീട് കോളനിയാണെന്ന്. അപ്പോൾ നമ്മൾ പോവാം. അവിടെ പോയത് ഒരു മുസ്ലിം വീടാണ്, വർഗീയവാദിയാണ് കേട്ടോ. അപ്പം മുസ്ലിം വീടാണ്, എനിക്കറിയില്ല മുസ്ലിമാണ്. അപ്പം ചെന്നപ്പം ഒരു ചെറുപ്പക്കാരി ഉമ്മ, ചെറുപ്പക്കാരി എന്ന് പറയുന്നത് 10-40 വയസ്സ് കാണുമായിരിക്കും. അപ്പം ഭർത്താവ് വാപ്പ വന്നിട്ട് അപ്പം ഞങ്ങളെല്ലാവരും കൂടെ അവിടെ ഇരിക്കുന്നത്. വേണ്ട ചെറിയൊരു വീടാണ്. തിണ്ണയിലിങ്ങനെ ഇരുന്ന് സംസാരിച്ചപ്പോൾ പെട്ടെന്നാണ് ഈ സ്ത്രീ രാത്രിയിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങ് ഓടുന്നത്.
ഒരേന്നും പറഞ്ഞിട്ട് വിളിച്ച് ഓടുകയാണ്. ഓടിയിട്ട് വെടിക്കുറത്ത് പോകുമ്പോൾ അപ്പോഴത്തേക്കും ഇവരൊക്കെ പോയി പിടിച്ചുകൊണ്ടത് പിന്നെയും കൊണ്ടത് കിടത്തി. ഞാൻ അകത്ത് പോയിട്ട് ഇങ്ങനെ നോക്കി എടുത്തിട്ട് മോനെ മോനെ മോനെ. നമുക്കിത് കാണുമ്പോൾ ഞാൻ കുറച്ച് ഇമോഷണലാണ് പല. ഇങ്ങനെ പുറത്തേക്ക് വന്ന് എന്തെങ്കിലും പിറകിലേക്ക് ഓടിയെന്ന്. ഇല്ല സാർ, അവനാകെ 20 വയസ്സായിട്ടുള്ളൂ. അവന് ഉമ്മയായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരുന്നു. അമ്മയെ ഓർത്തു ഉമ്മേനെ. അപ്പം ഞാൻ എൻ്റെ അമ്മേനെ ഓർക്കുന്നുണ്ട്. അപ്പം ഭയങ്കര അറ്റാച്ച്മെൻ്റാണ് ഉമ്മയായിട്ട്. ഉമ്മാൻ്റെ അടുത്ത് പറഞ്ഞ് ഉമ്മ നിങ്ങൾക്ക് നല്ലൊരു വീട് ഞാൻ ഇതിൻ്റെ പിന്നിലുണ്ടാക്കി തരും കേട്ടോ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പിറകിൽ ഇവൻ ചാല് കയറാൻ തുടങ്ങി തറക്കൊക്കെ ആയിട്ട്. ഈ സമയത്താണ് ഈ പയ്യൻ മരിച്ചു പോകുന്നത് മോട്ടോർ സൈക്കിൾ ആക്സിഡൻറ്റിൽ. അപ്പോൾ ഉമ്മയ്ക്ക് ഇതൊക്കെയാണ് കണക്റ്റ് ആവുന്നത്. എൻ്റെ മകനത് പറഞ്ഞു അത് പറഞ്ഞു. അപ്പം ഞാൻ ഈ ഇരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും. അപ്പം തന്നെ ഞാൻ എൻ്റെ ഡ്രൈവറിനെ വിളിച്ചിട്ട് ബാഗിൽ കുറച്ച് പൈസ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് നമുക്ക് ഇനിഷ്യേറ്റീവ് നമുക്ക് തുടങ്ങാം. ആ ഉമ്മയുടെ ആഗ്രഹം, ആ ചെക്കൻ്റെ ആഗ്രഹം, അവൻ മരിച്ചു പോയിട്ടുള്ള മോൻ്റെ ആഗ്രഹം ഉമ്മാനെ നമുക്ക് നടത്തി കൊടുക്കാം. ഇതാ ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞ് ഞാൻ പൈസ എടുത്ത് കൈ കൊടുത്തു. അവർക്കത് വലിയ കാര്യമായി. പക്ഷേ ആ പൈസയിൽ നിന്ന് അവരവിടെ നിന്ന് നാട്ടിൽ നിന്ന് എല്ലാവരും കൂടെ അങ്ങ് സംഘടിപ്പിച്ചു വീടുണ്ടാക്കി. 9 മാസത്തിനകത്ത് വീടുണ്ടാക്കിയിട്ട് ഈ ജനുവരിയിലോ മറ്റെയാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ ആ മണ്ഡലം പ്രസിഡൻ്റാണ്, BJPയുടെ പ്രസിഡൻ്റാണ് വിളിച്ചത്. സാറേ അന്ന് സാറ് പൈസ കൊടുത്തിട്ട് നമ്മൾ പൈസ തുടങ്ങിയിട്ട് അതിൻ്റെ വീട് ഉണ്ടാക്കി അതിൻ്റെ താക്കോൽദാനാണ്. അപ്പം മുസ്ലിയാർ സാറിൻ്റെ അടുത്ത് സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു. അപ്പം മുസ്ലിയാർ ആദ്യം എന്നോട് പറഞ്ഞു, അതേ നിങ്ങളിപ്പോൾ എന്ത് പൊസിഷനിലായിരിക്കണമെന്ന് നമുക്കറിയാം. നിങ്ങളുടെ അനിയൻ പോയിട്ടില്ല. അപ്പോൾ അനിയൻ മരിച്ചു 4-ാം തീയതി. അപ്പോൾ ഇതൊരു 7-ാം തീയതി 8-ാം തീയതിയാണ്. ഞങ്ങൾക്കറിയാം നിങ്ങൾക്ക് വരാൻ പറ്റില്ല എന്നുള്ളത്. എന്നാലും നിങ്ങൾ വന്നിട്ട് ഈ താക്കോൽദാനം ഉമ്മാൻ്റെ കയ്യിൽ കൊടുത്തിരുന്നെങ്കിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമായി. പക്ഷേ സാറിന് ഞങ്ങൾ ഫോഴ്സ് ചെയ്യില്ല. സാറ് വിഷമിച്ചങ്ങനെ നിൽക്കുന്നത് ഞങ്ങൾ TV വിയിലൊക്കെ കണ്ടിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇത് ചെയ്തല്ലോ, ഞാനത് വെറുതെ ഒരു എമൗണ്ട് തന്നു, പക്ഷെ നിങ്ങളത് നടത്തിയില്ലേ. അപ്പോൾ മുസ്ലിയാറിനെ കൊടുക്കുക ചാവി നമ്മുടെ സൈഡിൽ നിന്ന് പറഞ്ഞത് താക്കോൽദാനം നടന്നു. ഇന്നിപ്പോൾ ആ ഉമ്മ പുതിയ വീട്ടിലാണ് താമസിക്കുന്നത്. സോ ചില കാര്യങ്ങൾ നമ്മൾ ഈ സ്വന്തം അമ്മയോട് എന്തോ കടപ്പാട് ചെയ്ത പോലെ തോന്നിയോ? അതിപ്പോൾ ഈ അമ്മയുടെ കാര്യം പറഞ്ഞാൽ ഏത് സമയത്തും കണ്ണു നിറയുന്നൊരു സംഭവം ഈ അമ്മയുടെയാണ്. അത് ഏത് അമ്മമാരാണെങ്കിലും ശരി, എനിക്ക് അതൊരു പ്രത്യേക വികാരമുള്ളത്. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഉള്ള സമയത്ത് നമ്മളാരും സ്നേഹിക്കാറില്ല. ശരിക്കും ഇവരൊന്നും നമ്മളവരെ ശ്രദ്ധിക്കാറില്ല. അത് നിങ്ങൾ പലരും ശ്രദ്ധിച്ചു നോക്കും. നമ്മൾ ഓടുകയായിരിക്കും. ഈ ഓട്ടത്തിലും അമ്മ ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ കുട്ടി എന്നെ ഒന്ന് വന്നിട്ടൊന്ന് കെട്ടിപ്പിടിച്ചൊന്ന് ഉമ്മ വെച്ചിരുന്നെങ്കിൽ എന്നുള്ളത്. പലപ്പോഴും നമ്മളത് ചെയ്യാറില്ല. ആ ചെയ്യാതിരിക്കുന്നതിൻ്റെ പ്രായശ്ചിത്തം മുഴുവൻ അമ്മ മരിച്ചിട്ട് 20 വർഷമായി. ഇന്നും എൻ്റെ കണ്ണ് നിറയുന്നത് എന്തുകൊണ്ട്? ആ പ്രായശ്ചിത്തമാണത്. പലപ്പോഴും പോകുന്നത് അമ്മ ഞാൻ പോയിട്ട് വരാം. ആ പോകുന്ന സമയത്ത് അമ്മ ഞാൻ പോയിട്ട് വരാട്ടെ. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 5 മീറ്ററിൻ്റെ അല്ലെങ്കിൽ 10 അടിയുടെ ഡിസ്റ്റൻസ് ആയിരിക്കും. ഈ ഡിസ്റ്റൻസ് അന്ന് നമ്മൾ ആ ഡിസ്റ്റൻസായിട്ട് കണക്കാക്കി. ഇന്ന് ഡിസ്റ്റൻസ് എത്ര പോയാലും അങ്ങോട്ട് അടുത്തേക്ക് എത്താൻ പറ്റുന്നില്ല. കാരണം അമ്മ അത്രയും ദൂരത്തായിരിക്കും. അപ്പം അതുകൊണ്ടാണ് പിള്ളേരോട് ഞാൻ പറയും. പക്ഷേ മേജറിന് ഏറ്റവും അധികം റിഗ്രറ്റ് ഉണ്ടാവുകയും അങ്ങനെ മിസ്സായി പോയ ഹഗ്ഗുകൾ ആയിരിക്കും അല്ലേ? പലപ്പോഴുണ്ട്. അത് നമുക്ക് മിസ് ചെയ്യത് വളരെയധികം. ബിക്കോസ് മറ്റുള്ളവരത് അനുഭവിക്കരുതെന്ന് പറഞ്ഞിട്ടാണ് ഞാനിതെല്ലാം സദസ്സിലും ഈ അമ്മയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പറയും. അല്ല, നേരത്തെ ഞാൻ പറഞ്ഞൊരു കാര്യം, മല്ലിക ചേച്ചി എന്നെ തെറി വിളിച്ചു. എന്തായിക്കോട്ടെ, ഒരു പ്രശ്നമില്ല. ഞാൻ എന്താ പറഞ്ഞത്? അതൊരമ്മയ്ക്ക് മകനോടുള്ള സ്നേഹം എന്നുള്ളത്. അതുകൊണ്ട് മല്ലിക ചേച്ചി ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. മല്ലിക ചേച്ചി എനിക്ക് അത്രയും ഇഷ്ടം. ഞാൻ എപ്പോൾ കണ്ടു കഴിഞ്ഞാലും കെട്ടിപ്പിടിച്ച് അങ്ങനൊരു ബന്ധമാണ്. അപ്പോൾ അത് മകനോടുള്ള ഇഷ്ടത്തിൽ നമ്മൾ തേർഡ് പാർട്ടിയായി. അപ്പോൾ ആ മല്ലിക ചേച്ചി ഒരിക്കലും ഞാൻ കുറ്റം പറയില്ല. കാരണം ഈ അമ്മ എന്താണ് മകൻ എന്താണെന്നുള്ളത് അത് മിസ് ചെയ്യുന്ന ആളാണ്. അപ്പം അത് ഞാൻ രാജുവിൻ്റെ അടുത്തും കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം അത് രാജു കേൾക്കുന്നുണ്ടെങ്കിൽ ആ അമ്മയെ കെട്ടിപ്പിടിക്കാൻ മറക്കണ്ട ഇടയ്ക്കിടയ്ക്ക് കേട്ടോ. ഷൂട്ടിങ്ങിൽ ബോംബെയിൽ മാത്രം പോയിരുന്നുകൊണ്ട് കാര്യമില്ല, ഇടയ്ക്കിടയ്ക്കൊന്ന് വന്നത് കെട്ടിപ്പിടിച്ചു. അപ്പോൾ അമ്മയുടെയും മക്കളുടെയും സ്നേഹത്തിൻ്റെ ഇടയിൽ നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് നെഗ്ലക്റ്റ് ചെയ്ത ആളാണ് അങ്ങനെയുള്ളൊരു വ്യക്തി. ഉമ്മ എന്ത് പറഞ്ഞു? ഉമ്മ ഞാൻ സംസാരിച്ചിട്ടില്ല. ഞാൻ പോകണം ഇല്ല. കാരണം അത് കഴിഞ്ഞിട്ട് പിന്നെ അവൻ്റെ 18-ാം തീയതി ആയിരുന്നു അവൻ്റെ ഫംഗ്ഷൻ. പിന്നെ അത് കഴിഞ്ഞ് അങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് ഞാനിങ്ങനെ പോയിക്കൊണ്ടിരുന്നു. പക്ഷെ എന്തെങ്കിലും ആ ഉമ്മേനെ പോയി കാണണം. ഇതല്ലാതെയും ഉമ്മ എന്നെ കണ്ടിട്ടില്ല കേട്ടോ.
ഇതുവരെ കണ്ടിട്ടില്ലേ? കാരണം ഉമ്മ ബോധം കെട്ടി കിടക്കായിരുന്നു. ഒരു ഇന്ററാക്ഷൻ പറ്റിയിട്ടില്ലേ? ഇല്ല, വാപ്പയായിട്ട് മാത്രമേ ഉള്ളൂ എൻ്റെ ഇൻട്രാക്ഷൻ. അപ്പം ഞാനും മണ്ഡലത്തിൻ്റെ ഞാൻ പറഞ്ഞു, എടാ എന്തെങ്കിലും ആ വഴിക്ക്. അപ്പോൾ ഒന്നാമത്തെ റോഡ് ഇതുവരെയും ശരിയാവാത്തതുകൊണ്ടാണ് ആ വഴിക്ക് പോകാത്തത്. ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം പോവും. എന്നിട്ട് ഞാൻ ഇവരുടെ അടുത്ത് പറയും, നിങ്ങൾ പറയില്ല ആരാണെന്നുള്ളത്. ചിലപ്പോൾ മേജർ രവി എന്ന് പറഞ്ഞാൽ അറിയായിരിക്കും, അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കും അയാളുടെ അടുത്ത് കാശ് തന്നതും ശരിയാക്കിയത്. പക്ഷെ നീ നേരത്തെ ചോദിച്ച പോലെ ഇത് പറയാനെന്തിനൊന്നുമില്ല. ഇതിപ്പം പക്ഷേ ഈ കാലഘട്ടം അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് മേജർ. ചാരിറ്റി മാർക്കറ്റ് ചെയ്യുന്നവരാണല്ലോ ഇന്ന്. ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അങ്ങനെ മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കൊടുത്തുള്ള പൈസയ്ക്കൊന്നും ഒരു കണക്കുമില്ല. എൻ്റെ കയ്യിലുണ്ടെങ്കിലുള്ള എനിക്ക് കൊടുക്കണം. ഇല്ലാത്ത സമയത്ത് അതുണ്ട്. ഇല്ലാത്ത സമയത്ത് പോലും ചോദിച്ചാണല്ലോ എനിക്ക് ആളോട് ദേഷ്യമാണ്. ഇത് കൊണ്ടാടണമെങ്കിൽ ഇല്ലാത്ത സമയത്ത് തന്നെ വന്ന് ചോദിച്ചല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഈ ദേഷ്യം വരുന്നത്. അപ്പം എന്താ കൊടുക്കാൻ പറ്റാത്തതിൻ്റെ. അപ്പം കയ്യിലില്ലാത്ത പ്രശ്നമല്ലോ. ഉണ്ടെങ്കിൽ ഇങ്ങനെ ലാവിഷാണ്. എന്നിട്ട് മിണ്ടായിരിക്കും, ഒന്നുമില്ല, മിണ്ടാതിരിക്കും, എവിടെയും പോവില്ല, ലാവിഷമല്ല. മറ്റത് വണ്ടിയിലും കുറച്ച് പൈസ ഇടും, എന്നിട്ട് ആരെങ്കിലും കണ്ട് അത് വാങ്ങിച്ചു കൊടുത്ത് ഇത് വാങ്ങിച്ചു. പക്ഷെ ദൈവം എവിടെ നിന്നൊക്കെയോ ഇങ്ങനെ കൊണ്ടുവന്ന് തരാറുണ്ട് ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് പിന്നെ മാർക്കറ്റിംഗ് എന്നുള്ളത് എൻ്റെ ആവശ്യമില്ല. ഇപ്പം നീ എങ്ങനെ അത് അറിഞ്ഞു എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ അറിഞ്ഞില്ലേ അത് എവിടെന്നെങ്കിലും, അതെവിടെയെങ്കിലും അറിയും. പലരും അറിയും അത്. ചിലരെനിക്ക് മെസ്സേജ് അയക്കും, സാറ് ഭയങ്കര ദാനിയാണെന്ന്. നമ്മൾ അറിയും കൂടെ ഇല്ല. അപ്പോൾ ആ ചോദിക്കുന്ന സമയത്ത് നമുക്ക് കൊടുക്കാണ്ടാവില്ല. ആ സമയത്ത് ആ മെസ്സേജ് കാണുമ്പോൾ പ്രാന്ത്, ഈ സമയത്താണ് ഇതിന് ഇങ്ങനെ എന്നിട്ട് എവിടെന്നെങ്കിലുമൊക്കെ മാനേജ് ചെയ്തിട്ട് എന്തെങ്കിലും ചെറുത് ഒരു എമൗണ്ട് അങ്ങ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ സമാധാനമായി. പക്ഷേ ഇപ്പം തന്നാൾ ഇവിടെ സ്റ്റേഷനടുത്ത് തന്നെ ഒരു ഓട്ടോക്കാരൻ മരിച്ചൊരു വീണിട്ട് തലയിൽ ഇതൊക്കെ ഇട്ട് അമൃതേ കിടക്കുകയാണ്. അവിടുത്തെ മണ്ഡലം പ്രസിഡന്റ് വിളിച്ചിട്ട് പറഞ്ഞ്, ഞാൻ പറഞ്ഞ മോനെ ഞാൻ എൻ്റെ ഫേസ്ബുക്കിലിടാം. അതേ കൂടെ ഗുഡ് എമൗണ്ട് ഓഫ് മണി. ചിലർ 100 രൂപ അയച്ചിട്ടുണ്ട്, ചിലർ 5000, 6000 രൂപ. എങ്ങനെയായിക്കോട്ടെ, നമ്മൾ പറയുമ്പോൾ ആൾക്കാർ കൊടുക്കാണ്ടല്ലോ. അയ്യോ, അത് ഇതിൽ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് അറിയില്ല. നമ്മൾ അറിയാതെ ഒരു ജീവൻ ചിലപ്പോൾ രക്ഷപ്പെട്ടു പോകുമായിരിക്കും. ഇന്നാളൊരു തിരുമേനി എൻ്റെ അടുത്ത് പറയാനും പറ്റ അമ്പലത്തിൻ്റെ ആയതിന് പോയ സമയത്ത് മൂപ്പർ ആദ്യം ഇങ്ങനെ മൂപ്പർ മനസ്സിലായില്ല കൊണ്ടിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്തത്, സാറിൻ്റെ മേജർ രവീസ് അക്കാഡമിയിൽ പഠിച്ചതാണ് കേട്ടോ എൻ്റെ മോളെന്നത്. അത് ഞാൻ ചോദിച്ചു, മോളെ എവിടെയെന്ന് ചോദിച്ചു. മോൾക്ക് മെഡിക്കലി ചെറിയൊരു പ്രശ്നമായിട്ട് അവൾക്കത് കിട്ടിയില്ല മിലിറ്ററി. ഇപ്പോൾ എവിടെയെന്ന് ചോദിച്ചു. സാർ ആ ട്രെയിനിങ് ഉപകരിച്ചത് എവിടെയെന്ന് അറിയാം, അവളുടെ കോൺഫിഡൻസ്. അവിടെ നിന്ന് ഹൈദരാബാദിൽ എയറോസ്റ്റസ് ആണ് സാർ. അത് കേൾക്കുമ്പോണ്ടല്ലോ, നമ്മുടെ അക്കാഡമിയിൽ നിന്ന് കൊടുത്ത കോൺഫിഡൻസിൽ ഒരു പെൺകുട്ടി പട്ടാളം കിട്ടിയില്ലെങ്കിലും ഒരു കരിയർ ഉണ്ടാക്കി അവള് വേറൊരു ലെവലിലേക്ക് പോയി. അതിനും കംഫർട്ടബിൾ ആയിട്ടുള്ളതും കൂടുതൽ പൈസയുള്ള സ്ഥലത്തേക്ക് പോയി. അതാണ്. അതുപോലെ എത്രയോ പിള്ളേർ, ഞങ്ങളിപ്പം നാളൊരു പയ്യൻ, ഇത് ചിലതൊക്കെ ഞാൻ ഈ ദൈവത്തിലൊക്കെ വിശ്വസിക്കുന്നുണ്ട്. നിനക്ക് യോഗ ഉണ്ടെങ്കിൽ നീ യൂണിഫോം ഇടും, അല്ലെങ്കിൽ നീ എത്ര ടഫാണെങ്കിലും ശരി, ചിലപ്പോൾ കിട്ടില്ല എന്ന്. ഞങ്ങളുടെ ഒരു പയ്യനുണ്ട്, ഹി വാസ് എക്സലൻറ്റ്. ഞങ്ങൾ കൊടുക്കുന്ന സമയം, എൻ്റെ ഒരു ടൈമിംഗ് എന്ന് പറയുന്നത് ഞാൻ 5:10 പറയുന്നത്. 5 മിനിറ്റ് 10 മിനിറ്റിൽ ഓടിയെത്തണം. ആക്ച്വൽ എക്സലൻറ്റ് ടൈമിംഗ് 5:30. ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് 5:10. 5:10 ടെസ്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 500 രൂപ ഉണ്ട്, അപ്പം തന്നെ എടുത്ത് കൈ കൊടുക്കും. ഇതൊക്കെ ഇൻസെൻറ്റീവ്. ഈ പയ്യൻ 4:30 ഓടി വരിക. അപ്പോൾ ഇപ്പം പുലിയാണ്. എല്ലാ ടെസ്റ്റും പാസ്സായി, അവസാനം പാസ്സായില്ല. ഇവിടെ എല്ലാം എന്തോ ഒരു മിസ്റ്റേക്കിൽ അല്ല, ഇവൻ ഓടി വന്ന് ലാസ്റ്റ് റൗണ്ടിൽ ബോധം കെട്ട് കൊണ്ടുപോയി, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാം. ഫാസ്റ്റ് അവൻ എഴുന്നേക്കെന്ന് വിളിക്കാം. അപ്പോഴും ആൾക്കാരൊന്നും ഓടി എത്തിയിട്ടില്ല, അവൻ ഫെയിലായ. ഞങ്ങളെല്ലാവരും, എൻ്റെ ഇൻസ്ട്രക്ടർ ക്യാപ്റ്റൻ അനിലുണ്ട്, രാജേശ്വരി, എല്ലാ ഇൻസ്ട്രക്ടേഴ്സ് എല്ലാവരും കൂടെ എൻ്റെ സാറേ അത് ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന്. അപ്പോഴാണ് ഞാൻ വേഗം അറിയിച്ച് റിക്രൂട്ട്മെൻറ്റിൻ്റെ അറിഞ്ഞപ്പോൾ കോയമ്പത്തൂരിലൊരു TA ബറ്റാലിയൻ്റെ ടെസ്റ്റ് നടക്കുന്നുണ്ട് 4 ദിവസം കഴിഞ്ഞാൽ. ഇവനീ അച്ഛനെയും അമ്മയും കൂടെ നേരെ അങ്ങോട്ട് ഓടിച്ച് അവിടെ കൊണ്ടുപോയിട്ട് അവിടെയൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് അവരെ എൻറോൾ ചെയ്യിപ്പിച്ച് ടെസ്റ്റ് കൊടുത്ത് ഇറക്കം പാസ്സായിട്ട് എക്സൽ ഇപ്പോൾ പാരാകമാൻഡേഴ്സിലാണ് അവൻ. അപ്പം നമ്മളൊരു പിള്ളേരുടെ പിറകിൽ, അല്ലെങ്കിൽ ഇപ്പം ഞാൻ നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞങ്ങൾ 17,500 രൂപ ഫീസ് വാങ്ങിച്ചിട്ട്, അല്ലെങ്കിൽ 18,000, ഇപ്പം 20,000 എന്തോ ആക്കിയിട്ടുണ്ടോ. ആക്കിക്കഴിഞ്ഞാൽ ഞാൻ അന്ന് തന്നെ അനൗൺസ് ചെയ്യും, എൻ്റെ പിള്ളേർ സെലക്ട് ആവുന്നവർ മുഴുവൻ എത്രയാണെങ്കിലും ശരി, ഇവർ പോകുന്ന ദിവസം ഇവർക്ക് ഞാൻ 2,000 രൂപ അല്ലെങ്കിൽ 1,500 രൂപ റീഫണ്ട് കൊടുക്കും. എന്തിനാണ്? അവർക്ക് ഡ്രസ്സ് വാങ്ങിക്കാനും, അവർ വരുന്ന ബ്ലാക്ക് പാൻറ്റും വൈറ്റ് ഷർട്ടും ഷൂസൊക്കെ ഇട്ട് അവിടെ ചെല്ലുമ്പോൾ ഡീസൻ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ട്
അപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന ഫീസിൽ നിന്ന് ഞാൻ പിന്നെയും പറയുമ്പോൾ അപ്പം അത് ചില സമയത്ത് 100 ആയിരിക്കും. അപ്പം എന്തായി നമുക്ക് പോകുന്ന 2 ലക്ഷം രൂപ പോയിരിക്കും. പക്ഷേ അതിന് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടോ ഈ കുട്ടികൾ വന്നിട്ട് നിൽക്കുമ്പോൾ നമ്മൾ ട്രെയിൻ ചെയ്ത പിള്ളേർ നാളെ യൂണിഫോം ഇടാൻ പോവാണ്. അതുപോലെ യൂണിഫോം ഇട്ടിരിക്കുന്ന സമയത്ത് അവർ നമ്മളെ കാണാൻ വരും. അതൊക്കെ ഒരു ഭയങ്കര ഫീലാണ്. നമ്മളൊരു സ്കൂൾ അധ്യാപകന് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ. എൻ്റെ ഒരു അധ്യാപകന് കിട്ടിയ ഒരു സാറ്റിസ്ഫാക്ഷൻ. ഞാൻ ശിവരാസിനെ പിടിച്ചിട്ടുള്ള ആ ഒരു കേസ് കഴിഞ്ഞിട്ട് എൻ്റെ പേപ്പറിൽ ഫോട്ടോ വന്ന സമയത്ത് അദ്ദേഹം എന്നെ വിളിച്ചിട്ട് ആ ഒരു കെട്ടിപ്പിടുത്തത്തിനകത്ത് ഭയങ്കര അവാർഡായിരുന്നത്. ഒരു ചാരിതാർത്ഥ്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്നെ വെറുത്തിരുന്ന ആളാണ്. ആ ബാക്ക് എന്നോട് ബെഞ്ചർ കയറി ബാക്ക് പഞ്ചർ അടിച്ചു അടി അതന്നെ ബാക്ക് പഞ്ചറായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു സമരം നടന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സമരപ്പന്തലിൽ ഞാൻ കൊണ്ടുപോയിട്ട് നായക്കുറിനെ പൊടി വിതറിയിട്ടു. എന്നിട്ട് മുണ്ട് മടക്കി കുത്തിയിട്ടാണ് ഇതേ ഇരിക്കുക. അപ്പം ചൊറിഞ്ഞിട്ടൊരു വഴിയായി നാട് മുഴുവൻ ഓടുമായിരുന്നു. നിങ്ങൾ ആരാന്ന് വെച്ചാൽ രവീന്ദ്രനാഥ മാഷയെന്ന് പറഞ്ഞു. അന്ന് തൊട്ടിട്ട് 73 തൊട്ട് സംസാരിക്കാത്ത വ്യക്തി എന്നോട് സംസാരിച്ചപ്പോഴാണെന്നറിയാം 91 ശിവരാസനെ പിടിച്ചതിന് ശേഷം സെപ്റ്റംബറിൽ ലീവിന് വന്നപ്പോൾ എന്നെ കണ്ടിട്ട് എൻ്റെ അടുത്ത് വന്ന് പിന്നൊരു കെട്ടിപ്പിടുത്തം ഉണ്ടായിരുന്നു. ഇന്ന് ഞാൻ അഭിമാനത്തോട് പറയുന്നടാ നീ എൻ്റെ സ്റ്റുഡൻ്റ് ആണെന്നുള്ളത്. അതാണ് ആ പാട്. അപ്പം അത് ഇന്നിപ്പോൾ ഞാനൊരു ഇൻസ്ട്രക്ടറായിട്ട് നിൽക്കുകയാണ്. ഒരു ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റാണ്. മേജർ രവീസ് അക്കാഡമിയുടെ ഹെഡാണ്. അതിൽ ക്യാപ്റ്റൻ അനിലാണെങ്കിലും ശരി, രാജേഷും ഞങ്ങളുടെ കംപ്ലീറ്റ് 35-40 ഇൻസ്ട്രക്ടേഴ്സ് വി ഫീൽ പ്രൗഡ് ആയിരിക്കും ഞങ്ങളുടെ പിള്ളേർ യൂണിഫോം ഇടുന്നത്. അല്ലാതെ എൻ്റെ പിള്ളേരെ ഇന്ന് വരെ ദൈവം അനുഗ്രഹിച്ചിട്ട് എൻ്റെ അക്കാഡമിയിലത്തെ ഒരു പിള്ളേരെ പോലും ഒരു പോലീസ് പിടിച്ചിട്ടില്ല. ഹെൽമെറ്റ് ഇല്ലാതെ പോവില്ല. അവർ വന്നു കഴിഞ്ഞാൽ ആദ്യം ഹെയർ കട്ട് ചെയ്യിപ്പിച്ചിട്ട് നോർമലാക്കും. അപ്പം തന്നെ കണ്ടറിയാം ഏതോ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട്. മറ്റത് ഈ ചറപറപ്പൊടി. ഇപ്പം ഇന്നലെ ഒരു വീഡിയോ ആരോ അയച്ചെന്ന് അതിനകത്തുണ്ട് ഒരു ചെറുക്കൻ്റെ മുടി ഞാൻ ഗ്രൂപ്പിലിട്ട് കൊടുത്ത് തേടി പിടിക്കുന്നത് ഏത് ഇതിലത്തെയാണ് വെട്ടിച്ചിട്ട് കയറിയാൽ മതി എന്നുള്ളത്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പിള്ളേരെ ഡിസിപ്ലിൻ. അതുപോലെ അവർക്ക് തന്നെ ഫീൽ പ്രൗഡാണ്. അവർ നടക്കുമ്പോൾ ഞാൻ പറഞ്ഞു യൂണിഫോം ഇട്ടിട്ട് വരണം എന്നത്. എന്നാൽ റോട്ടിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നം കാണിച്ചാൽ മേജർ രവിയുടെ അക്കാഡമിയുടെ ആണെന്നുള്ളത് പറയാമല്ലോ. അപ്പോൾ അവർ ചെയ്യില്ല തെറ്റൊന്നും. അപ്പം അങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരെയും വളർത്തുന്നതും കൊണ്ടുവരുന്നതും. മേജർ രവി എന്ന സൈനികനോടാണോ മേജർ രവി എന്ന രാഷ്ട്രീയക്കാരനോടാണോ ഇപ്പോൾ സംസാരിക്കേണ്ടത്? സൈനികനോട് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും അതിനകത്ത് കറകളഞ്ഞ സത്യങ്ങൾ മാത്രമായിരിക്കും. രാഷ്ട്രീയം എന്ന് പറയുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ഒരു സൈനികനായതുകൊണ്ട് ഞാനങ്ങനെ വാക്കുമാറില്ല. ഇവിടെ പണ്ട് ഒരു മലയ ചേച്ചി എന്നെക്കുറിച്ച് പറഞ്ഞു. അതിനെങ്ങനെയാണ് നുണ പറയുന്നവനല്ലേ വൻ. അതെങ്ങനെയാണ് ഇപ്പം ഇങ്ങനെ പാർട്ടി ചാടി ഇരിക്കുന്നത്. ഞാൻ ഒരിക്കലും പാർട്ടി മാറുക അല്ലെങ്കിൽ അതൊന്നും ചെയ്തിട്ടില്ല. ആദ്യമായിട്ട് മെമ്പർഷിപ്പ് എടുത്തിരിക്കുന്നത് BJPയുടെയാണ്. അതിന് മുന്നേ ഞാനൊരു സംഘപ്രവർത്തനമാണ്. ഞാൻ കുട്ടിക്കാലം തൊട്ട് ശാഖയിലൊക്കെ പോയിരുന്ന ഒരു വ്യക്തിയാണ്. ഇത് എവിടെയും തുറന്നു പറയാനുള്ള ചങ്കൂറ്റവും കയ്യിൽ വേണമെങ്കിൽ എനിക്കൊരു രാഖി കെട്ടാനുള്ള ചങ്കൂറ്റവും എനിക്കുണ്ട്. കാരണം എൻ്റെ മുസ്ലിം സഹോദരങ്ങൾക്ക് അടക്കം അറിയാം ഞാനൊരു വർഗീയവാദിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു വ്യക്തിയല്ല. എനിക്ക് മനുഷ്യസ്നേഹമുള്ളൊരു വ്യക്തിയാണ്. ഇന്നലെ ഞാൻ ആ വല്ലപ്പുഴ സൈഡിൽ കൂടെ വരുന്ന സമയത്ത് പല മുസ്ലിം വീടുകളിലും മുന്നിൽ നിൽക്കുന്നവരോട് ഞാൻ ചോദിച്ചുകൊണ്ട് ഒരു ശകലം തരിക്കഞ്ഞി കിട്ടുമോ എന്നുള്ളത്. കാരണം ഈ നോമ്പ് തുറക്കുന്ന സമയത്ത് കിട്ടുന്ന തരിക്കഞ്ഞിയിൽ ആകർഷകമായിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ. അപ്പം ഞാനൊരു മതം എന്നൊക്കെ ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ അപ്പം നിങ്ങൾക്ക് അത് പറയാം. രാഷ്ട്രീയപരമായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടും. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഇസ്രായേലും ഇറാനും അല്ലെങ്കിൽ ഇറാനും ഇറാഖും തമ്മിലുള്ള യുദ്ധത്തിനകത്ത് നമ്മളിവിടെ കിടന്ന് ഒച്ചയും ഉണ്ടാക്കുന്നു. പക്ഷേ അതേ സമയത്ത് കാശ്മീരിൽ ഒരു ഓപ്പറേഷൻ സിന്ദൂർ നടന്ന സമയത്ത് എന്തേ ഇവിടെ ഒരു ഒച്ചയും കണ്ടില്ലായിരുന്നു? അത് വന്ന് പാകിസ്ഥാൻ മിലിറ്റൻസ് വന്ന് നമ്മുടെ രാജ്യത്ത് വന്ന് അറ്റാക്ക് ചെയ്ത് പോയ സമയത്തും. സോ ഇതൊക്കെ ഒരു പൊളിറ്റിക്സാണ്. ഞാനെന്ന പട്ടാളക്കാരനോട് ചോദിക്കണമെങ്കിൽ പട്ടാളക്കാരൻ ഇന്നും പറയും ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് എൻ്റെ രാജ്യത്ത് വന്ന് അത് ആരെ കൊന്നു എന്നുള്ളതല്ല. എൻ്റെ രാജ്യത്ത് വന്ന് നീ ഒരു മുസ്ലിമിനെ കൊന്നാലും അതേ വികാരം തന്നെയായിരിക്കും ഒരു ഹിന്ദുവിനെ കൊന്ന പോലുള്ള വികാരം. ക്രിസ്ത്യാനിയെ കൊന്നാലും അത് വരുന്നത്. കാരണം അത് എൻ്റെ രാജ്യക്കാരാണ്. ഇസ്രായേലും ഇറാനും തമ്മിൽ നടക്കുന്ന പ്രശ്നത്തിനെക്കുറിച്ച് ഇവിടെ ഒച്ചയുമ്പോഴും ഉണ്ടാക്കുന്നത് കാണുമ്പോൾ അത് രാഷ്ട്രീയമാണ്. ആരെയോ പ്രീണിപ്പിക്കാൻ. ഇപ്പോൾ അസംബ്ലി ഇലക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് മുസ്ലിംസ് ഭയങ്കരമായിട്ട് സന്തോഷപ്പെടുമെന്ന് വിചാരിക്കുന്നവരുണ്ട്. പക്ഷെ അതേ മുസ്ലിംസ് തന്നെ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നവർ ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യാറില്ല, ടോളറേറ്റ് ചെയ്യില്ല. ബിക്കോസ് ഒരു യഥാർത്ഥ മുസ്ലിം എന്നുള്ളത് നമ്മൾ ഖുറാനിൽ പറഞ്ഞിട്ട് സമാധാനത്തിൻ്റെ മതം എന്നുള്ളത് നിങ്ങൾക്കത് വിശ്വാസം ഉണ്ടാവില്ലായിരിക്കും. നമ്മൾ കാണുന്ന മുഴുവൻ അങ്ങനെയുള്ള അട്രോസിറ്റീസ് ആയതുകൊണ്ട്. പക്ഷെ സമാധാനം ആഗ്രഹിക്കുന്നവരാണ് എന്നുള്ളത് എന്തിനിപ്പോൾ സൗദി അറേബ്യ അടക്കം അവർക്ക് എഗൻസ്റ്റായിട്ട് സംസാരിച്ചില്ലേ? അവിടെ സംസാരിക്കും.
പക്ഷെ ഇവിടെയുള്ള ആളുകൾ ഈ കോപ്രായം കാണുന്ന സമയത്ത് നമുക്ക് ചിരിയാണ് വരുന്നത്. എന്തിനാണത് കാണിക്കുന്നത്? ഞാൻ രാഷ്ട്രീയക്കാരനിലേക്ക് തീർച്ചയായും വരാം. പക്ഷേ പോയ വർഷവും ഈ വർഷത്തിൻ്റെ തുടക്കവും മേജർ രവി എന്ന മനുഷ്യന് അത്ര എളുപ്പത്തിൽ മറികടക്കാൻ പറ്റാവുന്ന വർഷമായിരുന്നില്ല മാനസികമായിട്ടെന്നാണ് ഒരു മൂന്നാമതൊരാളായിട്ട് ഞാൻ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. കാരണം അത്രയും അടുപ്പമുള്ള ആളുകൾ, അതായത് മേജറുമായി അത്രയും അടുപ്പമുണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്ന ആളുകൾ, അവർ ഒരുപാട് പഴിചാരൽ, മല്ലിക സുകുമാരൻ്റെ പഴിചാരലുകൾ, നമ്മുടെ എമ്പുരാൻ്റെ സമയത്ത് ഒരു സ്റ്റാൻഡ് എടുത്തതിനുണ്ടായ പഴിചാരൽ. അപ്പം അത് തെറ്റോ ശരിയോ എന്നുള്ളതല്ല, മേജർ ഒരു സ്റ്റാൻഡ് എടുത്തു എന്നുള്ളതായിരുന്നു അവിടുത്തെ പ്രശ്നം. അതിനുള്ള പഴിചാരലുകൾ, മോഹൻലാലുമായിട്ടുള്ള അസോസിയേഷൻ്റെ പേരിലുള്ള ട്രോളുകൾ, ആ സിനിമ ഡ്രോപ്പ് ചെയ്തതിൻ്റെ പേരിലുള്ള ഇത്, കലുഷിതമായിരുന്നോ മനസ്സ്? ഇല്ല, ഇവിടെ ഒരു സിനിമയും ഏതാണ് ഇതൊക്കെ രസം. ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള സിനിമ ഡ്രോപ്പ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കുറേ ട്രോളുകൾ കാണും. ഇത് ശരിക്കും പറഞ്ഞാൽ മേജർ രവി എന്നുള്ള വ്യക്തിയോട് ഉള്ള ഇതല്ല. ഒരുപക്ഷെ ഞാനും മോഹൻലാലും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിൽ വളരെയധികം അസൂയുള്ള കുറച്ച് ആളുകളുണ്ട്. ഇവർ ഉണ്ടാക്കുന്ന, അവർക്ക് വേണ്ടിയിട്ട് ട്രോൾ ചെയ്യാനും ഉള്ള ടീമുകളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊരുത്തൻ സെറ്റ് ചെയ്ത ഒരു ടീമിൻ്റെ ആയിരുന്നു ഞാൻ യൂണിഫോം ഇട്ടു എന്നുള്ളത് വയനാട്ടിൽ ഉള്ളത് ആരാണെന്നുള്ളത് നമുക്കറിയാം. കാരണം ഒരു എയർഫോഴ്സുകാരനെ കൊണ്ട് ഈ ട്രോള് ചെയ്യിപ്പിച്ചത് അതാരാണെന്നുള്ളത് എനിക്കറിയാം. കാരണം അത് മോഹൻലാലിൻ്റെ കൂടെ നടക്കുന്ന ഒരുത്തനാണ്. അപ്പോൾ അവന് ഉള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഞാൻ ചോദിക്കും, എനിക്കും നിനക്കും കൂടെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ തേർഡ് പാർട്ടി വൈ ഹീ ഷുഡ് ബി ഇൻസെക്യൂർ അബൌട്ട് ഇറ്റ്? ഞാനും നീയും കൂടെയുള്ള ഫ്രണ്ട്ഷിപ്പിൽ നമുക്ക് ആർക്കും ഒരു ലാഭമില്ലതൊന്നും നമ്മുടെ ഫ്രണ്ട്ഷിപ്പാണ്. മറ്റയാൾ നോക്കുന്ന എന്താണ്, എനിക്കെന്ത് കമ്മീഷൻ കിട്ടും, എനിക്കെന്തത് കിട്ടും, ഇത് നോക്കുന്ന ആളുകൾക്കുള്ള പ്രശ്നമാണ്. എന്നെയും മോഹൻലാലിനെ ഇത് ബാധിക്കാറില്ല. കാരണം എനിക്കും മോഹൻലാലിനും തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് അത് ഞങ്ങൾ തമ്മിലുള്ളൊരു ബന്ധമാണ്. അതിനകത്ത് എത്ര എന്ത് വന്നു കഴിഞ്ഞാലും ഒരാൾക്കും അതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് എനിക്കും അറിയാം, മോഹൻലാലിനും അറിയാം. മോഹൻലാൽ പലയിടത്തും പറഞ്ഞിട്ടുള്ളത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. മേജർ രവി സാറിനെ കുറിച്ച് ഇനി അങ്ങനെ പറയരുത് എന്നുള്ളത് പറഞ്ഞിട്ടുള്ളത് നമ്മളറിയുന്നുണ്ടത്. കാരണം ചുറ്റും കുറേ ആൾക്കാരുണ്ടാവല്ലോ. അപ്പോൾ വല്ലവന്മാരും വന്നിട്ട് നമ്മളെക്കുറിച്ചിട്ട് എന്തെങ്കിലും തമാശ പറയുമ്പോൾ അത് തമാശയല്ല, അത് അവൻ്റെ മനസ്സിലത്തെ ആ ഒരു വിഷമാണ് ഈ വരുന്നത്. അത് മോഹൻലാൽ സാർ അറിയുന്ന സമയത്ത് ലാൽ സാർ പലപ്പോഴും തിരിച്ചവരോട് പറഞ്ഞിട്ടുണ്ട്. ലാൽ സാറിന് അറിയോ, അതായത് നിങ്ങൾ തമ്മിൽ വിഘടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്? ഇതാ എനിക്കും അറിഞ്ഞാലും അല്ലെങ്കിൽ ലാലിനും അറിഞ്ഞാലും ശരി, ഇത് ഞങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമേ അല്ല. അപ്പം അതുകൊണ്ട് ഞങ്ങളിതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. എന്തിന് എംബ്രാൻഡ് ഇഷ്യൂ വന്നിട്ട് ഇവിടെ എന്തൊക്കെയാണ് നിങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കിയത്? മോഹൻലാൽ മേജർ രവിനെ തൂക്കി കടലിലെറിഞ്ഞു, അങ്ങനെ. മൂന്നാം ദിവസം ഞാനും മോഹൻലാലും ഇരുന്നിട്ട് ഒറ്റയ്ക്കിരുന്ന് ഡിന്നർ കഴിച്ചിട്ടുള്ള അത് നിങ്ങളാരും കണ്ടിട്ടില്ലല്ലോ. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾക്കറിയാം, ഇന്നും ഞാനത് പറയാറുണ്ട്, ഞാൻ മോഹൻലാൽ എന്നുള്ള വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഞാൻ എൻ്റെ ജീവൻ പോലും കളയാൻ പറ്റുന്ന, അതെന്താണെന്ന് വെച്ചാൽ അതൊരു പ്രത്യേക പാഷനാണ്. ഞാനെന്ന വ്യക്തിയെ ആരാധിക്കുന്ന ഒരു നടൻ, അതിനകത്ത് പലപ്പോഴും ഞാൻ ഒന്നുമില്ലെങ്കിൽ പഴയ സിനിമകളൊക്കെ ഇട്ടിട്ട് ഇദ്ദേഹത്തിൻ്റെ അഭിനയങ്ങൾ ഇങ്ങനെ കണ്ടുപിടിക്കും. അപ്പം എനിക്ക് ദൈവം കൊടുക്കുന്നതാണ് ആ സ്പോട്ടിൽ അദ്ദേഹം കാണിക്കുന്ന ആ ഒരു സംഭവം. ഇതൊക്കെ ദൈവസിദ്ധമായിട്ടൊരു ശക്തി കിട്ടുന്നതാണത്. അത് ഒരു ജന്മത്തിൽ നമുക്കൊക്കെ ആ ജന്മത്തിൽ ജീവിക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കും. അത് വിചാരിച്ച് എപ്പോഴും ഞാൻ ലാലിനെ വിളിക്കാറില്ല. പക്ഷേ ഇന്നും എനിക്കറിയാം, ഇന്ന് ഞാനിപ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ ലാൽ ഫോൺ എടുക്കും, അല്ലെങ്കിൽ അതിന് മറുപടി വന്നിരിക്കും. ഇത് ഞങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. ആ അണ്ടർസ്റ്റാൻഡിങ്, അതിൽ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാനത് അനൗൺസ് ചെയ്യണമെങ്കിൽ ഞാൻ മോഹൻലാലിന് ഫ്രണ്ട്ഷിപ്പ് വരെ പ്രൊഫഷണൽ കാര്യം പറയും. അത് നല്ലൊരു പ്രൊഡ്യൂസറാണ്. അത് ലാലും പറഞ്ഞു, ആണ് നല്ല പ്രൊഡ്യൂസറാണ്. ഈ അവിടെ ഇവിടെയൊക്കെ പടം നിർത്തുന്ന സമയത്ത് എനിക്കും നാണക്കേട്, അണ്ണനും നാണക്കേടായിരിക്കും. ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഞങ്ങൾ. അപ്പോൾ അത് ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഏതായാലും ഈ സമയത്തൊന്നും അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാനിങ്ങനെ ഡിലേ വെച്ചിരിക്കും. പക്ഷെ അത് ഉണ്ടായിരിക്കും, അതിൻ്റെ മിലിറ്ററി പെർമിഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നു, എല്ലാം നടക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ പറയേണ്ടവർ പറഞ്ഞുകൊണ്ടിരുന്നോ? ഇനിയിപ്പോൾ അത് മല്ലിക ചേച്ചി അങ്ങനെ പറഞ്ഞു, എനിക്ക് മല്ലിക ചേച്ചിയുടെ വിഷമമൊന്നുമില്ല. മല്ലിക ചേട്ടൻ മോന് വേണ്ടിയിട്ടാണ് മല്ലിക ചേച്ചി അങ്ങനെ പറഞ്ഞത്. ഏതൊരു അമ്മയും ചെയ്യും അത്. പക്ഷെ അപ്പം മേജർ രവീനെ അങ്ങോട്ട് നുണയാൻ മറ്റെന്നൊക്കെ പറഞ്ഞ് ഞാനൊരു ചിരിക്കുകയാണ്. അവസരവാദി എന്നൊക്കെ. എനിക്കെന്താ അവസരം എന്നുള്ളത് എനിക്കത് പറയൂ. ഞാൻ എന്തിനാണ് ഈ അവസരവാദിയാണ്? ഇറങ്ങുന്ന സമയം, ഇപ്പോൾ പടം കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് ആരെങ്കിലും പടം കൊള്ളില്ല എന്ന് പറയും. അവരുടെ പൈസയിലാണ് നമ്മൾ പടം കണ്ടിരിക്കുന്നത്, ഫ്രീ ആയിട്ട്. പ്രിവ്യൂ ഷോ ആണത്. ഈ സമയത്ത് ആരെങ്കിലും, അതായത് ബോറ് പടം കണ്ട പടം ടെക്നിക്കലി മേക്കിംഗ് വൈസ് ആസ് എ ഡയറക്ടർ നന്നായിട്ടുണ്ട്.
ഈവനിങ് ആയപ്പോഴത്തേക്കും നമുക്ക് ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. കാരണം നമ്മൾ കണ്ടിട്ടും കണ്ണടച്ചിട്ടുള്ളൊരു സ്ഥലം ജനങ്ങൾ ഏറ്റെടുത്തു. അതാണ് ഉണ്ടായത്. അതിൻ്റെ ബ്ലെയിം ഞാനായിരിക്കും അത് ചിലപ്പം പറഞ്ഞു എന്ന് പറഞ്ഞാൽ ബ്ലെയിം എൻ്റെ പേരിൽ. ഈ മേജർ രവി പറയുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ ഒപ്പീനിയൻ വന്ന് തലയിൽ കയറുന്ന സമയത്താണ് നമ്മൾ അതിനെക്കുറിച്ച് വല്ലവരും ചോദിക്കുന്ന സമയത്ത് യെസ് അതുണ്ട്, ശരിയല്ലേ എന്ന് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കണം. ആ പടത്തിനെ കുറിച്ച് സംസാരിക്കണം. അപ്പം വേറെ പറ. പക്ഷെ എനിക്ക് ആ വരി ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഒരു കൂട്ടുകാരന് വേണ്ടി ജീവൻ പോലും കൊടുക്കാൻ ഞാൻ സന്നദ്ധനാണ് എന്ന് പറയുന്നൊരു വരി. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ആ ചിത്രം എന്നുള്ള സിനിമ കണ്ടതിന് ശേഷമാണ് ഈ മോഹൻലാലിന് ഭയങ്കരമായിട്ട് ആരാധന. ആ ചിത്രം എന്നുള്ള സിനിമ ഞാൻ ആദ്യത്തെ പ്രാവശ്യം ലീവിന് വന്ന സമയത്ത് 90കളിലാണെന്ന് തോന്നുന്നു. ആ സമയത്ത് ലീവിന് വന്നപ്പോൾ ട്രിവാൻഡ്രത്ത്, എൻ്റെ ഭാര്യ വീട് ട്രിവാൻഡ്രത്തായിരുന്നു. അന്നത് അജന്ത തിയേറ്ററിലാണ് ഈ പടം കളിക്കുന്നത്. ആ തിയേറ്ററിൽ ഞാൻ ഇതിങ്ങനെ കണ്ടപ്പോൾ അതിൻ്റെ പോസ്റ്ററൊക്കെ എന്തോ ഒരു മാതിരി. അപ്പം നമ്മൾ കാണുന്ന ആറാം തമ്പുരാനും ഇങ്ങനെയൊക്കെയുള്ളൊരു അന്നത്തെ സമയത്തുള്ള പടങ്ങൾ, ആര്യൻ, ഇങ്ങനെയൊക്കെയുള്ള ആക്ഷൻ അഭിമന്യു, ഇത് മൂപ്പര് എന്തെങ്കിലും ഒരു ഇതായിരിക്കും. ഞാൻ പടം കണ്ടില്ല. ഈ 20 ദിവസം ലീവിന് വന്നിട്ട് പടം കണ്ടില്ല. പിന്നെ 6 മാസം കഴിഞ്ഞ് ഞാൻ ലീവിന് വരികയാണ്. അപ്പോഴും അജന്ത തിയേറ്ററിൽ 150 ദിവസം എന്നൊക്കെ പറഞ്ഞിട്ട് പടത്തിൻ്റെ പോസ്റ്റർ ഒട്ടിച്ച് ഇത് കിടക്കണം. ഇതെന്ത് പടം? അന്ന് ഈ സോഷ്യൽ മീഡിയ ഇല്ലാത്തതുകൊണ്ട് നമുക്കിതൊന്നും അറിയില്ല. അങ്ങനെയാണ് ഞാൻ ആ തിയേറ്ററിൽ പോയിട്ട് പടം കാണുന്നത്. കണ്ടിട്ട് ഞാനിങ്ങനെ എൻജോയ് ചെയ്തിരുന്നിട്ട് പിന്നീട് ഞാനങ്ങ് ലാലിനെ അങ്ങ് അഡോർ ചെയ്ത സീക്വൻസ്, സോമേട്ടൻ്റെ റൂമിൽ പോയിട്ട് ആ കട്ടിലിൻ്റെ പിടിയും പിടിച്ചുകൊണ്ട് വന്നിട്ട് എന്നെ കൊല്ലാതിരിക്കാൻ പറ്റില്ല അല്ലേ എന്നുള്ള ചോദിക്കുമ്പോൾ ഈ മനുഷ്യൻ്റെ അഭിനയം നിങ്ങളൊന്ന്, അവിടെ ആ മുഖത്തുള്ള ഭാവം നിങ്ങളൊന്ന് നോക്കും. ജീവിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്, പറ്റുമോ? അത് പറയുമ്പോഴും സാത്വികമായിട്ടൊരു ഫുൾ കടൽ ഉള്ളിൽ വെച്ചുകൊണ്ട് ശാന്തമായ കടൽ, അതാണ് ആ മുഖത്ത് കാണുമ്പോൾ നമ്മൾ ഇല്ല മനം നിനക്ക് വേണ്ടി ഞാൻ മരിക്കാൻ തയ്യാറാണെന്നുള്ളതാണ് ആ സമയത്ത് എൻ്റെ മനസ്സിനകത്ത് കയറി. എന്നിട്ടാണ് ഈ മനുഷ്യൻ എന്തെങ്കിലും കാണുന്നത്. പിന്നൊക്കെ നിമിത്തങ്ങളായിരുന്നു. ഞാൻ രാജീവ് ഗാന്ധി അസാസിനേഷൻ്റെ ഇൻചാർജായിട്ട് ആ ഓപ്പറേഷൻ ചെയ്യാനും അത് കഴിഞ്ഞ് എൻ്റെ പേര് മനോരമയിൽ വന്ന് എൻ്റെ ഫോട്ടോ അടക്കം വന്നു. താടിയുള്ള മേജർ രവി, അന്നത്തെ ക്യാപ്റ്റൻ രവിയായിരുന്നു. ശിവരസൻ്റെ പേരിൽ ചോദ്യശരങ്ങൾ മനോരമയിലത്തെ ഫസ്റ്റ് റൈറ്റ് കോളത്തിൽ മെയിൻ സ്ഥലത്ത് വലിയ ബ്ലോക്കിലുണ്ടായിരുന്നു. ശിവരസൻ്റെ പേരിൽ ചോദ്യശരങ്ങൾ, പട്ടാമ്പിയിൽ നിന്ന് രവീന്ദ്രൻ, ഈ ഒരു ന്യൂസായിരുന്നു. അതൊരു രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്തായിരുന്നു, എൻ്റെ ഫ്രണ്ട് അജിതിൻ്റെ സുഹൃത്ത്. ഇത് മോഹൻലാൽ വായിക്കാനിടയായിട്ടുണ്ട്. അന്ന് അദ്ദേഹം വീട്ടിൽ പറഞ്ഞു മദ്രാസിൽ, ഇത് മലയാളിയാണ്, നമുക്ക് ഇയാളൊന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ. അപ്പം അദ്ദേഹത്തിൻ്റെ മനസ്സിനകത്തുള്ളൊരു കമാൻഡോയോടുള്ള ഒരു അഡോറേഷൻ, എൻ്റെ മനസ്സിനകത്തൊരു ആക്ടർ എന്നുള്ള രീതിയിലുള്ളൊരു അഡോറേഷൻ, ഇത് രണ്ടിൻ്റെ ഒരു കോമ്പിനേഷനായിരുന്നു ഞാനും മോഹൻലാലും കണ്ടതിന് ശേഷം. അപ്പം ഞാൻ പറയുന്ന കഥകൾ ലാലൊരു കുട്ടിയെപ്പോലെ ഇരുന്ന് കേൾക്കും. പിന്നീട് അതൊരു കഥകളല്ല, ഇത് യാഥാർത്ഥ്യമാണെന്നുള്ളത് പിന്നീട് ലാൽ മനസ്സിലാക്കുന്നത് ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി കാശ്മീരിലൊക്കെ പോയി കീർച്ചക്ര തൊട്ട് വിടുമ്പോൾ അവിടുത്തെ ആളുകൾ ലാലിൻ്റെ അടുത്ത് പറയുമ്പോഴാണ് ലാൽ അറിയുന്നത് ഈ മനുഷ്യൻ ഇതൊക്കെ ചെയ്തിട്ടുള്ളതാണ്, പല കാര്യങ്ങളും ഞാൻ അറിയില്ല എന്ന് മറ്റുള്ള പട്ടാളക്കാർ, എൻ്റെ ജൂനിയേഴ്സൊക്കെ പറയുമ്പോഴും എൻ്റെ സീനിയേഴ്സ് പറയുമ്പോഴും ഇതേതാ സാധനം എന്ന് നിങ്ങൾക്ക് അറിയില്ല എന്ന് പറയുമ്പോഴാണ് ലാൽ ഇത് ഈ പറഞ്ഞതൊക്കെ ശരിയാണല്ലേ, അതിലും കൂടുതൽ നമ്മൾ അറിയുന്നു എന്ന് പറയുന്ന സമയത്തുള്ളൊരു ആ ഒരു മ്യൂച്വൽ അഡ്മിറേഷനാണ് ഞാനും ലാലും തമ്മിലുള്ളത്. ബിസിനസ് പരമായിട്ടുള്ളതല്ല ഞങ്ങൾ തമ്മിലുള്ളത്. എനിക്ക് ലാലിന് വേണ്ടി പൈസ ഉണ്ടാക്കി കൊടുക്കാൻ എനിക്കറിയില്ല, എന്നിട്ട് അതിന് കമ്മീഷൻ വാങ്ങിക്കാൻ എനിക്കറിയില്ല, അതെനിക്ക് ചെയ്യാനും പറ്റില്ല. അത് ഇപ്പം ലാലിനെ വെച്ചിട്ട് വേണമെങ്കിൽ എനിക്ക് അതൊന്ന് ചെയ്ത് കൊടുത്താൽ എനിക്ക് വല്ലതും കിട്ടുമെന്നൊക്കെ പറയാം, വേണ്ട. കാരണം ഞാൻ ആ ഫീൽഡല്ല. പടം ചെയ്തു എന്ന് പറയുന്നത് കീർച്ചക്ര പോലും മോഹൻലാലിൻ്റെ അടുത്ത് ഞാൻ പോയിട്ടില്ലായിരുന്നു. കാരണം എൻ്റെ മനസ്സിനകത്തുള്ള എന്താണ്, മോഹൻലാലിനെ പോലുള്ള വ്യക്തികളെ ഞാൻ എന്തിനും മിസ്യൂസ് ചെയ്യണം. ഞാനിങ്ങനെ ഒരു പുതിയ സംവിധായകൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി, ഇത് അന്ന് തൊട്ടിട്ടേ എൻ്റെ മനസ്സിനകത്തുണ്ട്. അദ്ദേഹത്തെ മിസ്യൂസ് ചെയ്യരുത്, ഫ്രണ്ട്ഷിപ്പ് അവിടെ വയ്ക്കുക. അതിന് ഞാൻ ഒരിക്കലും അവരെ മിസ്യൂസ് ചെയ്തിട്ടുമില്ല. എൻ്റെ മോനും എൻ്റെ വൈഫും എല്ലാം ഞങ്ങൾ ഫാമിലി ഫ്രണ്ട്സാണ്. അപ്പൂനെയൊക്കെ ആദ്യത്തെ പടം ഞാൻ ചെയ്തതാണ്. ഇതൊക്കെ ഫാമിലിയുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ്. അല്ലാതെ മോഹൻലാലിനെ മിസ്യൂസ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പിന്നെ നമ്മളിപ്പോൾ ഒരു പടം അനൗൺസ് ചെയ്യുന്ന സമയത്ത് താഴത്ത് കമൻറ്റുകൾ കാണാം, എടോ തനിക്ക് അയാളൊന്ന് വിട്ടൂടെ എന്ന് പറഞ്ഞാൽ മോഹൻലാലിൻ്റെ രക്ഷകനായിട്ട് സംസാരിക്കും. പേര് നോക്കിയാൽ അറിയാൻ അവൻ എന്താണെന്നുള്ളത്.
ഇനിയെങ്കിലും അങ്ങേരൊന്ന് വിട്ടൂടെ, താൻ പടം ഡയറക്റ്റ് ചെയ്തായിരുന്നാൽ മതി. അത് 1, 2, 10 പേരുകൾ കാണും. ഇത് ഈ അസൂയ, ഈ വർക്ക് ചെയ്യുന്ന സാധനങ്ങളല്ലോ, അതായിക്കോട്ടൊരു. പിന്നെ ഇപ്പം ആദ്യമൊക്കെ നമുക്ക് വിഷമം തോന്നുമായിരിക്കും. പിന്നെ ഇപ്പം എന്ന് വെച്ചാൽ ഇപ്പം നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ എന്തും പറയാം. ഇപ്പം പണ്ടൊക്കെ നമ്മളും വായിക്കുമ്പോൾ അത് ശരിയാണോ എന്ന് തോന്നുമായിരിക്കും. ഇപ്പം എനിക്ക് അങ്ങനെ തോന്നില്ല. അതും നുണയാവാനാണ് വഴി. കാരണം ഞാനും അത് അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ എത്രയോ വഞ്ചനാ കുറ്റങ്ങളെന്നും പറഞ്ഞിട്ടുള്ള 1.7 കോടി തട്ടിച്ചു, ആ ന്യൂസുകൾ നിങ്ങൾ കാണും. അത് കഴിഞ്ഞിട്ട് അത് പോലീസ് വെറുതെ വിട്ടു അല്ലെങ്കിൽ ഇത് ചെയ്തിരിക്കുന്ന ഒന്നുമില്ല എന്ന് പറയുന്ന ആ ന്യൂസ് നിങ്ങളാരും കാണില്ല. അപ്പോൾ ഇപ്പം അങ്ങനെയുള്ള ന്യൂസ് കാണുമ്പോൾ എനിക്കത് വലിയ പ്രശ്നമല്ല. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. എന്താ ചൂട്, അല്ല എന്തു ചൂട്. ഈ സമ്മർ കൂളാക്കൂ ഓക്സിജനോടൊപ്പം. ഏറ്റവും മികച്ച എ സികളുടെ ഏറ്റവും നല്ല ഓഫേഴ്സിന് വിസിറ്റ് ചെയ്യൂ ഓക്സിജൻ, ദ കൂളിംഗ് എക്സ്പെർട്ട്.